അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, കോടാനുകോടി മലക്കുകൾ നമുക്ക് വേണ്ടി, നിനക്ക് വേണ്ടി ദുആ ചെയ്യുന്ന 8 സമയങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഒന്നാമതായി പറയുകയാണെങ്കിൽ നിസ്കാരത്തിന് ഒന്നാം സ്വഫിൽ നിൽക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ നിസ്കാരം കഴിഞ്ഞ് പള്ളിയിലിരിക്കുന്ന സമയത്തും നമുക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുമെന്നുള്ളതാണ്. അതുപോലെ നമ്മൾ ഒരു രോഗിയെ സന്ദർശിക്കാൻ പോകുന്ന സമയത്ത് ആ സന്ദർശന വേളയിലും, അതുപോലെ തന്നെ ഒരു സഹോദരനെ സന്ദർശിക്കുക, ഒരു മുസ്ലിം സഹോദരനെ സന്ദർശിക്കുന്ന സമയത്തും നമുക്ക് വേണ്ടി അല്ലാഹു തആലയുടെ മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യും. അതുപോലെ മറ്റൊരാൾക്ക് വേണ്ടി അയാളുടെ അഭാവത്തിൽ ദുആ ചെയ്യുക, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, അതല്ലെങ്കിൽ മറ്റു എല്ലാ ലോകത്തിലെ എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും വേണ്ടി നമ്മൾ ദുആ ചെയ്യണമെന്നുള്ളതാണ്. അത് എല്ലാ ദുആകളിലും നമ്മൾ ഉൾപ്പെടുത്തുക. അതുപോലെ മറ്റൊരാൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്തും എല്ലാം ഈ മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സമയങ്ങളാണ്. അതുപോലെ ഏഴാമതായി പറയുന്ന വുളുവോടുകൂടി ഉറങ്ങാൻ കിടക്കുന്ന സമയത്തും, അതുപോലെ അത്താഴം കഴിക്കുന്ന സമയത്തും നമുക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ മലക്കുകൾ ദുആ ചെയ്യും. ഈ സമയങ്ങളെല്ലാം തന്നെ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങളാണ്, ഏറ്റവും പ്രിയപ്പെട്ട നിമിഷങ്ങളാണ്. ഈ നിമിഷങ്ങളിലെല്ലാം തന്നെ അല്ലാഹു തആലാന്റെ മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സന്ദർഭങ്ങളാണ്. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, മറ്റൊരാൾക്ക് നന്മ ചെയ്യുക, അത് മറ്റൊരാളുടെ അഭാവത്തിലാണെങ്കിലും അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നതും അള്ളാഹുവും റസൂലും തന്നെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരാനും ഉള്ളത് നിലനിർത്താനും ഏറ്റവും അധികം പരിശ്രമിക്കുക എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു.